ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പരാജയപ്പെട്ടു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഞങ്ങളൊരു നിലപാടെടുത്തു. പുതിയ ഗവൺമെന്റ് അല്ലേ വരട്ടെ, ആ ഗവൺമെന്റ് അവരുടെ ഭരണം ശരിയായ രീതിയിൽ നടത്തട്ടെ. ഒരു 3-4 മാസക്കാലം ആ ഭരണം എങ്ങനെയെന്ന് നോക്കാം, നമ്മളായിട്ടൊരു വിമർശനവും കഠിനമായിട്ട് ഉന്നയിക്കണ്ട എന്നൊരു നിലപാടായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചു. പക്ഷെ എങ്ങനെ മൗനം പാലിക്കും? നിങ്ങളെ ഒരു ഗവൺമെന്റിന്റെ നയം ആദ്യം പറയുകയാണ്. ഗവൺമെന്റ് വന്ന ഉടനെ നയം പറയേണ്ട ഘട്ടം. അതിനു മുൻപ് തന്നെ ഗവൺമെന്റിന്റെ വരവ്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഞങ്ങളവിടെ പോയി കേട്ടോ, അവിടെ പോയിരുന്നു. അപ്പോ വന്ദേ മാതരം ചൊല്ലണം. വന്ദേ മാതരത്തിന്റെ ഈരടികൾ ചൊല്ലാൻ സാധാരണഗതിയിൽ ഏതെല്ലാം ചൊല്ലാമെന്നുള്ളതിനെ പറ്റി ഇപ്പോഴല്ല, നേരത്തെ നെഹ്റുവിന്റെ കാലത്ത് കോൺഗ്രസ് തന്നെ വ്യക്തതയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ കേട്ടത് വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നതാണ്. വന്ദേ മാതരം മുഴുവൻ ചൊല്ലുക എന്നത് രാജ്യത്താരും അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് ആണല്ലോ, കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ആകെ അംഗീകരിച്ചത് RSSും സംഘപരിവാറും മാത്രമാണ്. അതാണ് മുഴുവനായിട്ട് ചൊല്ലിയത്. അതൊരു ദിശ കാണിക്കലായിരുന്നു. തൊട്ടു പിന്നാലെ നയപ്രഖ്യാപന പ്രസംഗം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഈ വർഷം നടന്നതല്ല, അതിന് മുൻപിലുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഗവർണർ വായിക്കില്ല എന്ന് പറയുക, വരില്ല എന്ന് അറിയിക്കുക, വന്നാൽ വായിക്കില്ല എന്ന് പറയുക, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വിട്ടുകളയുക. ആ വിട്ടുകളഞ്ഞ ഭാഗമൊക്കെ പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്ന് ഗവൺമെന്റ് അസംബ്ലിയിൽ തീരുമാനമെടുക്കുക, അസംബ്ലിയുടെ തീരുമാനമാക്കിയിട്ടെടുക്കുക. അത് ശരിയല്ല, ഞാൻ വായിക്കാത്ത ഭാഗം അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് ഗവർണർ നിയമസഭയെ അറിയിക്കുക. നിയമസഭ തീരുമാനിച്ചത് നിയമസഭാ തീരുമാനമാണ്, അതിനെ മറികടക്കാൻ ആർക്കും അധികാരമില്ല എന്ന നിലപാട് സ്വീകരിക്കുക. ഇതൊക്കെ ഒരു തരം യുദ്ധമായിരുന്നല്ലോ. എന്തിന്? നമ്മുടെ നാട് കേരളം RSSന്റെ അജണ്ടക്ക് കീഴടങ്ങില്ല. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ അംഗീകരിക്കില്ല. ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിച്ചു പോകണം. ഇതായിരുന്നു നമ്മുടെ നിലപാട്. ഇപ്പോഴോ ആദ്യത്തെ നയപ്രഖ്യാപനം ഒരക്ഷരം ഗവർണർക്ക് വിയോജിപ്പുള്ളതില്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വാക്കിലോ നോക്കിലോ സൂചനയില്ല. എല്ലാം ഭദ്രം. ഗവർണർക്ക് നല്ല സുഖമായിട്ട് വായിക്കാം. എന്താണത് കാണിക്കുന്നത്? പുതിയ ചങ്ങാത്തം. അവിടെ നിന്നോ? കേന്ദ്ര ഗവൺമെന്റ് പല മേഖലകളിൽ സ്വകാര്യവൽക്കരണം പറഞ്ഞിരിക്കുന്നു. അതേ നിലപാട് ഇവിടെയും. ബജറ്റ് വന്നപ്പോൾ അത് കൂടുതലാകുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതേ നിലപാടിൽ പോകുന്നു. കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പോലും ഒരു വാചകമില്ല.
പിന്നേതാ അജണ്ടകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നു. വിചിത്രമല്ലേ?